ആപ്കി അദാലത്തിൽ ഉത്തരാഖണ്ഡ് ചീഫ് മിനിസ്റ്റർ പുഷ്കർ സിംഗ് ധാമി മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം മുസ്ലിംസിനെ പേടിപ്പിക്കുന്നു എന്നുള്ളതാണ്. എന്ത് കുറ്റമാണോ ഇത്? ധാമി സാർ, ധാരാളം മുസ്ലിം ലീഡേഴ്സൊക്കെ ഉണ്ട്. തോഫി റസാഖ് സാറുണ്ട്, മൗലാന അർഷദ് മദിനിയുണ്ട്, ഇങ്ങനെ ധാരാളം പേർ. എല്ലാവരും എന്താ പറയുന്നതെന്ന് വെച്ചാൽ എലക്ഷൻ വരുന്ന സമയത്ത് അപ്പോൾ ധാമി സാർ എന്തെങ്കിലും ഒന്ന് ചെയ്യും, മുസ്ലിംസിന്റെ മനസ്സിനുള്ളിൽ പേടി ഉണ്ടാക്കിയെടുക്കുന്നു, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം ചെയ്യുമെന്ന്. ഇപ്പോൾ താങ്കൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവന്നിരിക്കുകയാണ്. ഉത്തരാഖണ്ഡില് 2022 സ്റ്റേറ്റ് ഇലക്ഷൻസ് നടന്നുകൊണ്ടിരുന്നു. ആ ഇലക്ഷനിൽ ഉത്തരാഖണ്ഡിലെ ജനങ്ങൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഞങ്ങളുടെ തോട്ട്സ് എന്താണെന്നും പറഞ്ഞു, ഞങ്ങൾ എന്തിനു വേണ്ടിയാണ് വന്നതെന്നും പറഞ്ഞു. ഒരുപക്ഷെ പെട്ടെന്നെങ്ങാനും ഭരണം മാറുവാണെങ്കിൽ ഞങ്ങൾ ഉത്തരാഖണ്ഡിൽ യൂണിഫോം സിവിൽ കോഡ് തീർച്ചയായിട്ടും കൊണ്ടുവരുമെന്നും അത് ഉറപ്പായിട്ടും കൊണ്ടുവരുമെന്നും അതിനുവേണ്ടിയുള്ള കമ്മിറ്റി വയ്ക്കുമെന്നും അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങളും ഞാൻ പറഞ്ഞിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഉത്തരാഖണ്ഡ് ദൈവത്തിൻ്റെ സ്ഥലമാണ്. ഉത്തരാഖണ്ഡിൽ ചാർധാമുണ്ട്, ഉത്തരാഖണ്ഡിലാണ് ഗംഗയുള്ളത്, ഉത്തരാഖണ്ഡാണ് യമുന അമ്മയുടെ ഇടം, ഉത്തരാഖണ്ഡിലാണ് ആദി കൈലാഷ് ഉള്ളത്, ഉത്തരാഖണ്ഡിലാണ് ഈ മുനിവർ ഉള്ളതും. ആക്ച്വലി ഓരോ കുടുംബത്തിൽ നിന്നും ആരെങ്കിലും ഒരാൾ ആർമിയിലുണ്ടായിരിക്കും, ആർമി ഫോഴ്സസിലുണ്ടായിരിക്കും. ചില ആൾക്കാർ നാട്ടിനകത്ത്, ചില ആൾക്കാർ നാട്ടിൻ്റെ പുറത്തെന്ന് പറഞ്ഞ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. ഞാൻ ഉത്തരാഖണ്ഡിലെ ജനങ്ങളുടെ മുമ്പിൽ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 44 ശേഷം എല്ലാവർക്കും ഒരേ ഗവൺമെന്റ്സ് ആയിരിക്കും എന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ ഞാൻ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ഉള്ളത്. അതിൻ്റെ ഒപ്പം ഉത്തരാഖണ്ഡിലുള്ളവര് ഏത് ജാതിയിലുള്ളവരായാലും കുഴപ്പമില്ല, ഏത് മതത്തിലുള്ളവരായാലും കുഴപ്പമില്ല, എല്ലാവരും ഒന്ന് തന്നെയാണ്. എല്ലാവരും ഒന്നാന്നുള്ള ഒരു റൂൾ നമുക്ക് കൊണ്ടുവരാം. അതിനോടൊപ്പം ഉത്തരാഖണ്ഡിലെ ജനങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹവും തന്നിരുന്നു. ഞങ്ങൾക്ക് ഭരണത്തിലോട്ട് വരാനുള്ള ചാൻസസും അവരൊക്കെ തന്നു. ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുത്ത വാക്കും എന്ത് നോട്ടത്തിലാണോ അത് പറഞ്ഞത്, കൊടുത്ത വാക്ക് ഞങ്ങൾ നിറവേറ്റി. ഇതിൽ പേടിക്കാൻ ഒരു കാര്യമില്ലല്ലോ. താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ നിറവേറ്റി, പക്ഷെ അവരുടെ മനസ്സിലുള്ള പേടി എന്താണെന്ന് ഇപ്പൊ താങ്കളോട് ഞാൻ പറയാം. മൗലാന മദിനി സർ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, താങ്കൾ കൊണ്ടുവന്ന ഈ UCC ഇസ്ലാമിനെതിരായിട്ടുള്ളതാണ്. UCC താങ്കൾ കൊണ്ടുവന്നിരിക്കുന്നു, പക്ഷേ ഇത് ഞങ്ങളുടെ മതവിശ്വാസങ്ങൾക്കെതിരായ ഒരു കാര്യമാണെന്ന്. നോക്കൂ രജത് സാർ, ഞാൻ എന്താ പറയണമെന്ന് ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആരെ എതിർക്കാനൊന്നും പാടില്ല. ഇസ്ലാമിലെ എന്ത് സിസ്റ്റമാണോ ഉള്ളോ, എങ്ങനെയാണോ അവർ കല്യാണം കഴിക്കുന്നത് അവർ അതുപോലെ തന്നെ കല്യാണം കഴിക്കാം. ഒരുപക്ഷെ അവിടെ നിക്കാഹാണെങ്കിൽ നിക്കാഹ് നടക്കും. ഹിന്ദു പ്രകാരം 7 പ്രാവശ്യം മണ്ഡപം ചുറ്റി ആ അഗ്നികൂട്ടത്തിന് മുമ്പിലാണെങ്കിൽ അതങ്ങനെ തന്നെ നടക്കും. ക്രിസ്ത്യൻസിൽ ഹോളി മാരേജസ് നടക്കും. നമ്മുടെ ഈ സിഖ് സഹോദരങ്ങൾക്കിടയെ ഖരാജ് മൊറയിലായിരിക്കും നടക്കുന്നത്. ആരാർക്കൊക്കെ എങ്ങനെയാണോ അതിന്റെ വഴി അത് അങ്ങനെ തന്നെ നടക്കും. നമ്മൾ മാറ്റിയിട്ടില്ല. എല്ലാവരും എന്താ കരുതുന്നതെന്ന് വെച്ചാൽ 7 ചുറ്റി എല്ലാവരും കല്യാണം കഴിക്കണം. ഇല്ലല്ല, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഹിന്ദുക്കൾ മാത്രമേ അങ്ങനെ കല്യാണം കഴിക്കത്തുള്ളൂ. ഓരോരുത്തരുടെ അവരുടെ ഇഷ്ടത്തിനാണ് ചെയ്യുന്നത്. മുസ്ലിംസ് എങ്ങനെയാണോ അത് അവർ ഫോളോ ചെയ്യും. അത് ഞങ്ങൾ മാറ്റിയിട്ടേ ഇല്ല. ഒരു കാര്യമാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. അതിനുശേഷം നടക്കുന്ന ഈ ഡൈവേഴ്സ് സിസ്റ്റം, അതിനുശേഷം വീട്ടിൽ ഭാര്യനും പിന്നെ മരുമകളെയും നോക്കുന്ന ഡൈവേഴ്സ് സിസ്റ്റമാണ് ശരിക്കും മാറ്റിയിട്ടുള്ളത്. കാരണം ജനങ്ങളെല്ലാവരും സമമായുള്ളവരാണ്. പെണ്ണുങ്ങൾക്ക് ഒരു അന്യായവും നടക്കാൻ പാടില്ല. ഉത്തരാഖണ്ഡിൽ നിന്ന് ഞങ്ങളാണ് ഈ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തത് ഈ നാട്ടിനകത്തും. ഗംഗാനദി എങ്ങനെയാണ് ഇവിടുന്ന് പുറപ്പെടുന്നത്, ഗംഗാനദി ഇറങ്ങിയതിന് ശേഷം അത് മുഴുവൻ നാടിന് വേണ്ട എല്ലാ ഫലവും അത് തന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. ചില പേർക്ക് വെള്ളം കൊടുക്കുന്നുണ്ട്, ചിലവർക്ക് ജീവൻ കൊടുക്കുന്നുണ്ട്, കർഷകർക്ക് വേണ്ടി ചില സമയം വെള്ളം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ഗംഗ ഉത്തരാഖണ്ഡിൽ നിന്നാണ് പുറപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിന്റെ അടുത്തു നിന്നാണ് പുറപ്പെട്ടു വന്നത്. അത് ദൈവത്തിന്റെ ആശീർവാദം പെട്ട് വന്നതാണ്. പിന്നെ പ്രധാനമന്ത്രിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാനും വന്നതാണ്. അത് ഈ മുഴുവൻ നാടിനും കിട്ടുന്നുണ്ട്. എല്ലാവർക്കും അത് കിട്ടുന്നുണ്ട്. എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള റൈറ്റ്സ് ആണ് അത് കൊടുക്കുന്നത്. ഓവൈസി സാർ, അസദുദ്ദീൻ ഓവൈസി സാർ ഒരു വലിയ വക്കീലാണ്, AIMIMന്റെ ലീഡർ. അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ കൊണ്ടുവന്ന ഈ നിയമം ഇത് യൂണിഫോം സിവിൽ കോഡ് അല്ല, ഇത് ഹിന്ദു സിവിൽ കോഡ് നിയമമാണെന്ന്. നിങ്ങൾ 4 കല്യാണം കഴിക്കുന്നത് തടുത്തിരിക്കുന്നു, ഹലാൽ നിർത്തിയിരിക്കുന്നു. ഹിന്ദു നിയമത്തിലുള്ള അൺഡിവൈഡഡ് ഫാമിലി എന്നുള്ള നിയമം, അതിൽ യാതൊരുവിധ മാറ്റവും കൊണ്ടുവന്നിട്ടില്ല. അതെന്തുകൊണ്ടാണ്? ആദ്യം ഈ റൂളിനെ കുറിച്ച് പറയണമെങ്കിൽ ഇത് ആരെയും നമ്മൾ ബേസ് ചെയ്ത് കൊണ്ടുവന്നതല്ല. ഞാൻ ആദ്യമേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് എല്ലാവർക്കും ഉള്ള ഒരു സെയിം ഗവൺമെൻറ് കൊടുക്കാനായിട്ടാണ് കൊണ്ടുവന്നത്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയണമെങ്കിൽ ഈ ഗവൺമെൻറ് റൂൾ എല്ലാവർക്കും ഈക്വലാണ്. പെണ്ണുങ്ങളുടെ ഭാഗത്തും അമ്മമാർക്കും അനിയത്തിമാർക്കും അവരുടെ ഫ്യൂച്ചറിന് വേണ്ടിയും അവരുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയും അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയും വലിയവരുടെ നല്ലതിനു വേണ്ടിയാണ്. കൊച്ചു പിള്ളേരുടെ നല്ലതിനും കൂടെയാണിത്.
ഇപ്പൊ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരുപാട് കൊച്ചു പിള്ളേരെ ഈ പയ്യൻ വേറെ ജാതിയിലുള്ളവനാണ്, ഈ പയ്യൻ താഴ്ന്ന ജാതിയിലുള്ളവനാണെന്നും പറഞ്ഞ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ വാക്കുകളൊക്കെ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ എല്ലാവർക്കും, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഈക്വൽ റൈറ്റ്സ് കിട്ടണമെന്നുള്ളതാണ്. വയസ്സായവർക്ക് അവർക്കുള്ള റൈറ്റ്സ് കിട്ടൂലോ. എല്ലാവരുടെയും സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇത് കൊണ്ടുവന്നത്. പക്ഷെ ഇവരുടെയൊക്കെ ചിന്താഗതി എന്താന്ന് വെച്ചാൽ, ഈ നിയമം നിങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് ഷെഡ്യൂൾഡ് ട്രൈബ് ആദിവാസികളെ ഇതിൽ നിന്നും മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ടിപ്പോ മുസ്ലിം പണ്ഡിതന്മാർ എന്താണ് പറയുന്നതെന്ന് വെച്ചാ, ഷെഡ്യൂൾഡ് ട്രൈബിനെ മാറ്റിയപ്പോൾ നിങ്ങൾക്ക് മുസ്ലിമിനെ മാറ്റാമായിരുന്നല്ലോ എന്ന്. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 44 പ്രകാരം നാട്ടിനകത്ത് എല്ലാവർക്കും തന്നെ ഈക്വൽ റൈറ്റ്സ് ആണ് കിട്ടേണ്ടതെന്നുണ്ട്. അതിന്റെ ഒപ്പം ഈ ഷെഡ്യൂൾഡ് ട്രൈബ്, ഈ ട്രൈബ്സിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് സ്റ്റഡി ഹോൾ ട്രൈബ് സൊസൈറ്റിയിലുള്ള ഒരു ആർട്ടിക്കൽ 342 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ നിങ്ങൾക്കാണ് ഇത് ആദ്യമായിട്ട് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ ഓരോ ഡിഫറെന്റ് ലൈഫ് സ്റ്റൈലും കൊണ്ട് പിന്നെ ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷനും അത് തന്നെയാണ് പറയുന്നത്. ആക്ച്വലി 2,33,000 പേരുടെ അടുത്ത് അവർ സെൻസെക്സ് എടുത്തിട്ടുണ്ട്. ചുരുങ്ങിയത് 10,000 പേരുടെ അടുത്ത് നിങ്ങൾ നേരിട്ട് തന്നെ പോയി ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഇപ്പം നമ്മളെങ്ങനെ സംസാരിക്കുന്നോ അങ്ങനെ തന്നെ അവരുടെ അടുത്ത് സംസാരിച്ചത്. ഉത്തരാഖണ്ഡ് മുഴുവനും ഇതുപോലത്തെ ഒരുപാട് മീറ്റിംഗ്സ് നടന്നിട്ടുണ്ട്. ആ മീറ്റിംഗിൽ ട്രൈബൽസ് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇതിൽ ആക്ച്വലി ഞങ്ങൾക്കൊരുവിധ പ്രശ്നങ്ങളും ഇല്ല, എല്ലാരെ പോലെ ഞങ്ങൾ ഇതിനകത്ത് ചേർത്തോളൂ എന്നാണ് അവർ പറഞ്ഞിരുന്നത്. ഞങ്ങൾക്ക് കുറച്ച് ടൈം വേണമെന്ന് അവർ പറഞ്ഞു. അവർ ചോദിച്ച പ്രകാരം തന്നെ ഞങ്ങൾ ചെയ്തതും. കമ്മിറ്റിയിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ വലിയ വലിയ ആൾക്കാരായിരിക്കും ശരിക്കും ഇരിക്കുന്നത്. ഇതിനകത്ത് ജസ്റ്റിസ് രഞ്ജന ദേശായി ഇരിപ്പുണ്ട്, ഇവിടെ പ്രമോദ് കോളിയുണ്ട്. ഇവരൊക്കെ ഇതൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടതിന് ശേഷമായിരിക്കും ഈ ഡ്രാഫ്റ്റിൽ ഒരു വിധത്തിലും ഒരു ഡിഫറൻസിയേഷനും ഉണ്ടാവില്ല. എല്ലാവരും ഒരുമിച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. പക്ഷെ അവർക്ക് ഈ വ്യത്യാസങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അവർ വീണ്ടും വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവരുടെ ശരീഅത്ത് നിയമത്തിലുള്ള പ്രൊവിഷൻസ് മുസ്ലിംസിന് വളരെ പ്രധാനപ്പെട്ടതാണ്, ബാക്കിയുള്ളതൊക്കെ പിന്നീടാണ്. ഇത് ശരീഅത്തിനെ വയലേറ്റ് ചെയ്യുന്നെന്നും പറയും. നാട്ടിലെ ശരീരത്തൊന്നും നടക്കൂല. എല്ലാ നാടും ഈക്വലായിട്ട് തന്നെ ഇരിക്കണം. കാരണം നാടെല്ലാം വളർന്നു വന്നിട്ടുണ്ട്. ഗവൺമെന്റ് അതിനേറ്റ പോലെ നടക്കത്തുള്ളൂ. ആരൊക്കെയാണോ കോൺസ്റ്റിറ്റ്യൂഷനിൽ വിചാരിക്കുന്നത് അവർക്ക് ആർക്കും ഒരു വിധത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ആ റൂൾസ് റെഗുലർ ലൈഫിൽ വന്നതിന് ശേഷം ദാ ഇപ്പോഴൊക്കെ ഹലാല ഇതുപോലത്തെ ശീലങ്ങളും, ആ ശീലങ്ങളിൽ നിന്ന് അവർക്കൊരു മോചനം കിട്ടും. അതിൻ്റെ ഒപ്പം ഞാൻ ഹരിദ്വാറിലോട്ട് പോയിരുന്നു. ഈ റൂൾസ് ഒക്കെ ശരിക്കും പുറത്ത് വന്നതിന് ശേഷം ആക്ച്വലി അവിടെ ഒരു മുസ്ലിം സിസ്റ്റർ വന്നിരുന്നു. അവർ എൻ്റെ അടുത്ത് വന്ന് നിങ്ങളൊക്കെ ചേർന്ന് നിങ്ങളൊക്കെ വളരെ നല്ല കാര്യമാണ് ചെയ്തതെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. ഇപ്പം ആ ശീലങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെ പല വർഷങ്ങളായിട്ട് ഒരുപാട് അന്യായങ്ങൾ നടക്കുന്നുണ്ട്. അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഓരോ വേദനകളും അവർ വിട്ടുകൊണ്ടിരുന്നു. രക്ഷിക്കാനായിട്ടുള്ള പണി മാത്രമാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. ഉത്തരാഖണ്ഡിന്റെ എക്സ്-CM ഹരീഷ് റാവത്ത് അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, എന്തായാലും കൊണ്ടുവന്നു, അപ്പൊ രാജ്യം മുഴുവനും പ്രാവർത്തികമാക്കാമായിരുന്നു, ഉത്തരാഖണ്ഡിൽ മാത്രം കൊണ്ടുവരേണ്ട ആവശ്യം എന്തായിരുന്നു എന്ന്. ആക്ച്വലി എക്സ്പെരിമെന്റിന്റെ ആവശ്യമൊന്നുമില്ല. ഹരീഷ് റാവത്ത് നമ്മുടെ സീനിയർ ലീഡറാണ്. ഉത്തരാഖണ്ഡിലെ തെരഞ്ഞെടുപ്പിൽ ഉത്തരാഖണ്ഡിലെ ജനങ്ങളായിരുന്നു ഞങ്ങൾക്ക് ഈ കാൻഡിഡേറ്റ് ആയിട്ടുള്ള പോസ്റ്റിംഗ് തന്നതും. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് ഒരു സിസ്റ്റം എന്തായാലും ഉണ്ട്. അത് പ്രകാരമാണ് ഇവിടെ ഒരുപാട് പണികൾ നടക്കുന്നത്. ഉത്തരാഖണ്ഡിലാണെങ്കിൽ ഒരുപാട് റൂൾസ് വന്നു. ഇവിടെ യമുന, ഗംഗ, ഹിമാലയ എന്ന് പറഞ്ഞ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ദൈവത്തിന്റെ സ്ഥലം. ഇത് പിന്നെ ഇവിടുന്ന് ഇങ്ങനെ നാട് നീളെ പോകും. ഞങ്ങൾ ഈ റൂൾസ് എപ്പോഴേ ഇവിടെ തുടങ്ങിയതാണ്. ഈ നാട്ടിലുള്ള മറ്റുള്ള ഡിസ്ട്രിക്ട്സും ഇതുപോലെയൊക്കെ തുടങ്ങിയാൽ വളരെ നന്നായിട്ടിരിക്കും. അതുമൂലം ഇവിടെയുള്ള എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ് കിട്ടുന്നത് നല്ലതല്ലേ. ഉത്തരാഖണ്ഡിനെ ഭാരതീയ ജനതാ പാർട്ടി, പിന്നെ പ്രധാനമന്ത്രി മോദി, പിന്നെ പുഷ്കർ സിംഗ് ധാമി, ഇവരെല്ലാവരും ചേർന്ന് ഹിന്ദുത്വയുടെ ലാബറട്ടറി ആയിട്ട് യൂസ് ചെയ്യാണ്. ഇതിനൊരു ഹിന്ദുത്വ ലാബറട്ടറി എന്ന് വിളിക്കുന്നു. ലബോറട്ടറി എന്നൊന്നും പറഞ്ഞ് അങ്ങനെയൊന്നുമില്ല. ഉത്തരാഖണ്ഡിലെ ജനങ്ങൾ ഞങ്ങൾക്ക് മാൻഡേറ്റ് തന്നിട്ടുണ്ട്. ഞങ്ങൾ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ സ്ഥലമായ ഉത്തരാഖണ്ഡിൽ തന്നെ ഇങ്ങനെയൊന്നും ഇല്ലെങ്കിൽ വേറെ എവിടെയാ ഉള്ളതെന്ന് നിങ്ങളൊന്ന് പറയണം. ഇതിൽ കൂടുതൽ താങ്കളെപ്പറ്റി എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ താങ്കൾ ചെയ്യുന്നത് ആദ്യത്തെ കാര്യമൊന്നുമല്ല. ആദ്യം താങ്കൾ 3793 മദ്രസകൾ ഐഡന്റിഫൈ ചെയ്തു, അതിനുശേഷം അതെല്ലാം തകർത്ത് കളഞ്ഞു. ഞാനിതൊക്കെ ചെയ്തത് ഈ മസാറിന് വേണ്ടി ഒന്നുമല്ല. ശരിക്കും പറയണമെങ്കിൽ ഞാൻ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഉത്തരാഖണ്ഡിനെ അവർ ആക്രമിച്ചിട്ടുണ്ട്. മതത്തിൻ്റെയൊക്കെ പേര് മുന്നിൽ വെച്ചോണ്ടാണ് അവർ സ്ഥലങ്ങളെയൊക്കെ അപമാനിച്ചിരിക്കുന്നത്. സ്ഥലങ്ങളെയൊക്കെ ആക്രമിച്ചിരിക്കുകയാണ്. ഗവൺമെന്റിന്റെ ഒക്കെ സ്ഥലങ്ങൾ ആക്രമിക്കാനായിട്ടുള്ള പണികളിലുമായിരുന്നു അവര്. ആക്രമിക്കുന്നത് കറക്റ്റാന്ന് ആരെക്കൊണ്ട് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും? ആക്രമിക്കുന്നതിന് മേത്ത് ആക്ഷൻ എടുക്കണോ വേണ്ടി നിങ്ങൾ തന്നെ പറ. സോ ഞങ്ങൾ അത് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾ ഈ ആക്രമണമൊക്കെ കുറച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുക എന്താന്ന് വെച്ചാൽ, ഈ ദൈവത്തിന്റെ സ്ഥലത്തൊരു യുണീക്നെസ് തന്നെയുണ്ട്. ഞാൻ അല്ലെങ്കിൽ ഉത്തരാഖണ്ഡിലുള്ള ഏത് ജനങ്ങളായാലും ഈ നാട്ടിനകത്ത് അവർ എവിടെ പോയാലും ഒരുപക്ഷെ അവർ ഞാൻ ഉത്തരാഖണ്ഡിൽ നിന്നാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരെയൊക്കെ കാണാനായിട്ട് അവരുടെ ഒരു നോട്ടം തന്നെ അങ്ങ് മാറിപ്പോവാണ്. മനസ്സിനകത്തൊരു പേടി വരും, ഒരു നല്ല ചിന്താഗതി വരും. ദൈവത്തിൻ്റെ അടുത്തുനിന്ന് വന്ന ഒരാളായിട്ടേ കാണത്തുള്ളൂ. ദൈവത്തിൻ്റെ അടുത്തുനിന്ന് വന്നേക്കുവാ. ദൈവത്തിൻ്റെ സ്ഥലം എന്ന് പറയുമ്പോൾ സത്യമുള്ളതല്ലേ.
ഞാനൊരു ടാർഗറ്റിൽ വളരെ ഫിക്സഡ് ആയിട്ടായിരിക്കുന്നത്. ഈ ദൈവത്തിന്റെ സ്ഥാനത്ത് എന്ത് പറ്റിയാലും ശരി, അത് ഒരിക്കലും നശിപ്പിക്കാൻ ഞാൻ വിടത്തില്ല. അതിൽ ഞാൻ ഒരു ഉറപ്പാണ്. പാവത്താനെ പോലെ ഇരുന്നാലും താങ്കൾ അങ്ങനെയുള്ള ആളല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം താങ്കൾ ആക്രമിച്ച് കയറിയെന്ന് പറയുന്നു. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾ മദ്രസയിൽ മാത്രമേ താങ്കൾ കണ്ടുള്ളൂ. ഇതിന് താങ്കൾ നൽകിയിരിക്കുന്ന പേരെന്താണെന്ന് വെച്ചാൽ ലാൻഡ് ജിഹാദ്. ഞാനിത് പറഞ്ഞതാ, ഇതുപോലത്തെ പല സ്ഥലങ്ങളുണ്ട്. അവിടുന്നൊക്കെ ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറയാം. മറ്റേ ഉത്തരാഖണ്ഡ് നോക്കുവാണെങ്കിൽ അവിടെ ഈ സഹോദരി സഹോദരന്മാരായിട്ട് എല്ലാവരും അങ്ങനെ അവിടെ നമ്മൾ ട്രീറ്റ് ചെയ്യുള്ളൂ. അവിടെ ഭയങ്കര സ്നേഹമായിരിക്കും എല്ലാവർക്കും തന്നെ. പക്ഷേ ആക്രമിക്കുന്നവരുടെ മേത്തുള്ള ഒരു ആക്ഷൻ എടുക്കുന്നത് നിർത്താൻ പറ്റില്ല. ആ സ്ഥലങ്ങളിലൊക്കെ മസാറൊക്കെ കെട്ടിയിരുന്നു. മസാറുകൾ എല്ലാവരും തന്നെ പൊട്ടിച്ചു. അത് ഗവൺമെന്റിന്റെ സ്ഥലത്താണുള്ളത്, റവന്യൂ സ്ഥലത്താണ് ഉണ്ടായിരിക്കുന്നത്, ഫീച്ചായ് വിഭാഗ സ്ഥലത്തിലാണുള്ളത്, PWD സ്ഥലങ്ങളുണ്ടായിരുന്നു. ഗവൺമെന്റിന്റെ മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി തോണ്ടി നോക്കുന്ന സമയത്ത് ഒന്നും തന്നെ ശരിക്കും ഇല്ലായിരുന്നു. മസാറൊക്കെ എവിടെയാണ് കെട്ടുന്നത്? ഇതൊക്കെ ആക്രമിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇതിന് ലാൻഡ് ജിഹാദ് എന്ന് ഞാൻ പേര് വെച്ചേ. എല്ലാവരും ഒന്നിച്ചാണെന്ന് താങ്കൾ പറയുന്നു. പക്ഷേ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ കണ്ടു. ഒരു മുസ്ലിം പള്ളിയും മദ്രസയും തകർത്തു. അപ്പോൾ പോലീസിനെതിരായിട്ടുള്ള ജനങ്ങളുടെ പ്രക്ഷോഭവും ഞാൻ കണ്ടു. അദ്വാനിയുടെ ഇൻസിഡന്റും ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ആക്രമണ കേസാണ്. തീർച്ചയായിട്ടും സത്യമാണ്. അതിൻ്റെ ഒപ്പം ഈ ലീഗൽ ആക്രമിപ്പൊക്കെ ഞങ്ങൾ നീക്കാനായിട്ട് മാത്രമാണ് അങ്ങോട്ട് പോലീസ് ടീം പോയത്. അവിടെ ലീഗൽ ടീം പോയിരുന്നു. അവരുടെ മേത്ത് എല്ലാവരും കൂടെ ചേർന്ന് ആക്രമണം തുടങ്ങിയിരുന്നു. അവിടെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യം എല്ലാവരും തന്നെ കണ്ടതാണ്. പക്ഷെ ഇനി ഇതുപോലത്തെ സംഭവങ്ങൾ ഒരിക്കലും ഉത്തരാഖണ്ഡിൽ നടക്കാൻ വിടത്തില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഉത്തരാഖണ്ഡിന്റെ നല്ല എൻവയോൺമെന്റ് ആരൊക്കെയാണോ നശിപ്പിക്കുന്നത് അവർക്കെതിരെ ഞാനൊരു വലിയ ആക്ഷൻ എടുക്കും. ഇപ്പൊ ആക്ഷൻ എടുത്തോണ്ടായിരിക്കുന്നത് പോലീസുകാരെ നോൺ സ്റ്റോപ്പ് ആയിട്ട് പണി എടുത്തോണ്ടായിരിക്കുന്നതും. ആരൊക്കെയാണ് സസ്പെക്റ്റും ആരൊക്കെയാണ് അക്യൂസ്ഡും അവരൊക്കെ ജയിലിനകത്ത് പോവുകയും ചെയ്യും. അവരൊക്കെ അക്യൂസ്ഡുമാണ്. ധാമി സാർ, അവിടെയുള്ളവർ സംസാരിച്ചത് ഞാൻ കേട്ടു. അവരെന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഈ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് അഡ്മിനിസ്ട്രേഷന് നന്നായിട്ട് അറിയാം. ഗവൺമെന്റ് അഡ്മിനിസ്ട്രേഷനാണ് അവിടെ കറണ്ട് നൽകിയത്, വാട്ടർ സപ്ലൈ നൽകി. ആർക്കും ഒരു ഒബ്ജക്ഷനും ഇല്ലായിരുന്നു. ഇപ്പൊ ഇലക്ഷൻ വരാൻ പോകുന്നതുകൊണ്ട് ഇതൊരു ഭൂതാകാരമാക്കി മാറ്റുകയാണെന്ന്. ആദ്യം ആരാ എന്താ ചെയ്യുന്നതെന്നൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ആരെങ്കിലും ആദ്യം ഒരു തെറ്റ് ചെയ്താൽ അത് ശരിയാക്കിയാലേ പറ്റുള്ളൂ. ഒരുപക്ഷെ ഇതിനു മുമ്പ് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റേണ്ട പണിയാണ് ഇതൊക്കെ. അതല്ലാണ്ട് കോർട്ടിലൊക്കെ, ഹൈക്കോർട്ടില്, സുപ്രീം കോർട്ടില്, എല്ലാ സ്ഥലത്തും നടന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. സുപ്രീം കോർട്ട് എന്ത് ഓർഡർ തരുന്നോ അതിന്റെ പ്രകാരമാണ് ഇതെല്ലാം നടക്കുന്നത്. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം, ഇന്ത്യയുടെ സിസ്റ്റം പ്രകാരം ഇതൊക്കെ എങ്ങനെ നടക്കണോ അതുപോലെയാണ് നടക്കുന്നത്. റൂൾസ് ബ്രേക്ക് ചെയ്യുന്ന പരിപാടി ഒരിക്കലും ചെയ്യത്തില്ല. അവരൊരിക്കലും റെസ്പെക്ട് ചെയ്തിട്ടില്ല. നിയമത്തെക്കുറിച്ച് വളരെ നന്നായിട്ട് അറിയാം. അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഏത് കാര്യമാണോ ഞങ്ങളുടെ അടുത്തുനിന്ന് പിടിച്ചുപറിക്കാൻ നോക്കുന്നത്, ഞങ്ങളുടേതാണ് ഞങ്ങളുടെ പള്ളികൾ. എന്തു തന്നെ സംഭവിച്ചാലും ഇത് നഷ്ടപ്പെടുത്താൻ ഞങ്ങൾ അനുവദിക്കില്ലെന്ന് പറയുന്നു. മസൂദി ആയിക്കോട്ടെ, അമ്പലങ്ങളായിക്കോട്ടെ, ഗുരുദ്വാർ ആയിക്കോട്ടെ, നമ്മളെല്ലാവർക്കും ഇത് വളരെ അത്യാവശ്യപ്പെട്ട ഒരു സ്ഥലമാണ്. പക്ഷെ ഇതൊക്കെ കെട്ടാനായിട്ട് ഒരു സ്ഥലം ഉണ്ടാവണമല്ലോ. ഏത് സ്ഥലത്താ കെട്ടണമെന്നുള്ളൊരു തീരുമാനം വരുന്നോ അതുപോലെ തന്നെ കെട്ടിയേ പറ്റുള്ളൂ. ആക്രമിക്കുന്ന രീതി കെട്ടരുത്. അത് കറക്റ്റാന്നും ആരും ഒരിക്കലും പറയില്ല. തെറ്റായ സ്ഥലങ്ങളിൽ കെട്ടിയിരുന്നാൽ അപ്പോൾ അത് ആക്രമിക്കുന്നതിന്റെ കീഴേ വരത്തുള്ളൂ. അത് ആക്രമിക്കുന്നതിന് തുല്യമാണ്. ഗവൺമെന്റ് വെറുതെ വിടത്തില്ല, അത് സത്യമാണ്. താങ്കൾക്കറിയാമോ, താങ്കളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, അതായത് താങ്കൾ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഉത്തരാഖണ്ഡിന്റെ ഡെമോക്രസി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വലിയ രീതിയിലാണ് മുസ്ലിം പോപ്പുലേഷൻ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അവിടെയുള്ള മുസ്ലിംസിനെ എല്ലാം പറഞ്ഞുവിടാൻ വേണ്ടിയാണ് താങ്കൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, അല്ലേ? അവിടെയുള്ള ഡെമോഗ്രഫിയും ചേഞ്ച് ആയിട്ടുണ്ട്. ഉത്തരാഖണ്ഡിന്റെ കൾച്ചർ നശിക്കാണ്ടിരിക്കാനായിട്ടുള്ള എല്ലാ പണികളും പൊക്കോണ്ടിരിക്കുവാണ്. ഞാനൊരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഈ ദൈവസ്ഥലമായ ഈ സ്ഥലത്തിന്റെ ഒറിജിനാലിറ്റി ഒരിക്കലും കളയത്തില്ല. ഡെമോഗ്രഫി ഒരിക്കലും മാറാനായിട്ട് സമ്മതിക്കത്തുമില്ല. ഉത്തരാഖണ്ഡിലെ ജനങ്ങളും ജനങ്ങളുടെ അവിടെയുള്ള ഓരോ റൈറ്റ്സും എന്തൊക്കെ സംഭവിച്ചാലും എവിടെ ആയാലും അത് ബാധിക്കാൻ വിടില്ല. അതിനുവേണ്ടിയാണ് ഞങ്ങൾ പണിയെടുത്തോണ്ടിരിക്കുന്നത്. സൽമാൻ ഖുർഷിദ് കോർട്ടിലേക്ക് പോയിട്ട് ഈ ഡെമോളിഷൻ തടുത്തു നിർത്തണമെന്ന് പറഞ്ഞ് സ്റ്റേ ഓർഡർ വാങ്ങിച്ചതായിട്ടാണ് അറിഞ്ഞത്. അത് കോർട്ടിൽ ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഒരു തീരുമാനവും അതിൽ വന്നിട്ടില്ലെന്നാണ് തോന്നുന്നത്. അത് മാത്രമല്ലാണ്ട് കോർട്ട് ഞങ്ങൾക്ക് എന്ത് ഓർഡറാണോ തരുന്നത് അതിൻ്റെ പ്രകാരമേ ഞങ്ങളെല്ലാം ചെയ്യുള്ളൂ. കോർട്ടിന്റെ ഓർഡർ പ്രകാരമാണല്ലോ നമുക്കെല്ലാം ചെയ്യാൻ കഴിയുന്നത്. ഞങ്ങൾ ഒരിക്കലും സിസ്റ്റം ബ്രേക്ക് ചെയ്യത്തുമില്ല, അല്ലാണ്ട് റൂൾ വയലേഷൻ ഒന്നും ചെയ്യത്തുമില്ല. റൂൾസ് എന്താണോ അത് പ്രകാരം നടക്കും. നമ്മൾ റൂൾസ് എന്താണോ അതുപോലെയാണ് വർക്ക് ചെയ്യുന്നതും. ഇതിനു മുമ്പും ഉത്തരാഖണ്ഡിൽ നിങ്ങളുടെ പാർട്ടിയുടെ ഗവൺമെന്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ഇല്ലീഗൽ എൻക്രോച്ച്മെന്റിനെ പറ്റി പറയുന്നു. പക്ഷെ ജനങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മുമ്പൊരിക്കലും ഇതുപോലെ നിങ്ങൾ എടുക്കുന്നത് പോലുള്ള സിവിയർ ആക്ഷൻ എടുത്തിട്ടേ ഇല്ലെന്ന് പറയുന്നു. ജനങ്ങൾ ഇനി എന്താ പറയുന്നതെന്ന് വെച്ചാൽ അവിടെയുള്ള സോഷ്യൽ ഫാബ്രിക് നശിപ്പിക്കാൻ വേണ്ടിയാണെന്ന്. അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? ഒരുപക്ഷെ ഇതിനു മുമ്പ് ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മളൊക്കെ പുതിയ ആൾക്കാരല്ലേ, അപ്പൊ എല്ലാരും കൂടെ ഒരുമിച്ച് ഇത് നന്നാക്കണോ വേണ്ടയോ?
ഞാൻ തോക്കി റസയുടെ സംസാരം കേട്ടിരുന്നു. ബൊലോന പറഞ്ഞതും കേട്ടു. അവരെന്താ പറയുന്നതെന്ന് വെച്ചാ, ഞങ്ങളുടെ ചെറുപ്പക്കാരെല്ലാം വളരെ ക്ഷമയോടാണ് ഇരിക്കുന്നത്. ഒരുപക്ഷെ താങ്കൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ അവരെ ആരെങ്കിലും പ്രകോപിപ്പിക്കും, പിന്നെ അവരെന്ത് ചെയ്യുന്നൊന്നും പറയാൻ പറ്റില്ലെന്ന്. മതം വെച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന ഓപ്പോസിറ്റുള്ള എല്ലാവരും തന്നെ വയലൻസ് അധികരിപ്പിക്കുന്ന ഇതുപോലത്തെ ആൾക്കാരെയൊക്കെ, ഈ യങ്സ്റ്റേഴ്സിനെയൊക്കെ തെറ്റായ രീതിയിൽ മാറ്റിവിടുന്നവരാണ്. ഞാൻ അവരുടെ അടുത്തൊക്കെ ഒരു കാര്യം തെളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എപ്പോഴും ആർക്കും വാർണിംഗ് ഒന്നും തരത്തില്ല. ഞാൻ എപ്പോഴും എല്ലാവർക്കും എതിർത്തിട്ട് ഒരു വകയിൽ ഒരു തെറ്റും ഞാൻ ചെയ്യത്തുമില്ല. പക്ഷേ ഉത്തരാഖണ്ഡിനകത്ത് ആ ദൈവത്തിന്റെ സ്ഥലത്ത് ഞാൻ എല്ലാവരും അവിടെ എന്ത് വിധിമുറകളാണോ അല്ലെങ്കിൽ റൂൾസ് ആണോ അതുപോലെ നടക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ആരൊക്കെയാണോ ഈ സിസ്റ്റം നശിപ്പിക്കണമെന്ന് വിചാരിക്കുന്നത് അവർക്കെതിരെ ഈ റൂൾസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യും. ഹൽദ്വാനിയില് വയലൻസ് ഇൻസിഡന്റ് നടന്നിട്ടുണ്ട്. ഇതുപോലുള്ള ഇൻസിഡൻസ് തടയാൻ വേണ്ടിയിട്ട് എന്ത് സ്റ്റെപ്പാണ് എടുത്തിട്ടുള്ളത്? വയലൻ്റായ ഇൻസിഡൻറ്റ് തടയാനായിട്ട് ആരൊക്കെ ഇത് ചെയ്തിട്ടുണ്ടോ, ആരാര് ആവശ്യമില്ലാണ്ട് ഒരു കാരണവും ഇല്ലാണ്ട് പോലീസിൻ്റെ മേത്ത്, അഡ്മിനിസ്ട്രേഷൻ്റെ മേത്ത്, പെണ്ണുങ്ങളും ഉണ്ടായിരുന്നു, പിന്നെ അവരുടെ റിപ്പോർട്ടേഴ്സും ഉണ്ടായിരുന്നു, അവരുടെ മേത്തും ഇവർ ആക്രമണം നടത്തിയിട്ടുണ്ട്. അവർക്കെതിരെ ആക്ഷൻ എടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അവരുടെ ഫുട് പ്രിൻറ്റ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, അവരുടെ വീഡിയോ ഫുട്ടേജസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ക്യാമറ മൂലം ഓരോരുത്തരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചറിൽ ഇതുപോലത്തെ കാര്യങ്ങളൊന്നും നടക്കാനേ പാടില്ലെന്നുള്ള രീതിക്ക് എന്തൊക്കെ ആക്ഷൻ എടുക്കണോ അതെല്ലാം ഞങ്ങൾ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഉത്തരാഖണ്ഡിൽ നമ്മുടെ മുസ്ലിം സഹോദരന്മാരും സഹോദരിമാരും ഉണ്ട്. അവരവിടെ ഇങ്ങനെ പേടിച്ച് തന്നെ ജീവിക്കണോ? അങ്ങനെയൊന്നുമില്ല സാർ. ഞാനെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഉത്തരാഖണ്ഡിൽ എല്ലാവരും സഹോദരി സഹോദരന്മാരാണ്. ഞാനിപ്പോൾ റീസെൻ്റ്ലി ഹരിദ്വാറിലായിരുന്നു. അവിടെയുള്ള മുസ്ലിം അനിയത്തിമാർ വലിയ രീതിയിൽ, അതായത് ഈ 50, 100, 300 എന്നൊന്നും ഞാൻ പറഞ്ഞില്ല, അതായത് ആയിരക്കണക്കിലുള്ള ജനങ്ങൾ അവിടെ വന്നിരുന്നു. ഇതൊന്നു തന്നെ മതി. ഇതുമൂലം തന്നെ എല്ലാവർക്കും അറിയാം, സൈലൻ്റായിട്ട് പണിയെടുക്കുന്നവർ, നല്ല രീതിയിൽ അവരുടെ കച്ചവടം നോക്കുന്നവർ, ഈ നാടിനെ ഡെവലപ്പ് ചെയ്യാനായിട്ടാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. റൂൾസ് പ്രകാരം ജീവിക്കുന്നവരും ഉണ്ട് ഇവിടെ. റൂൾസ് ഫോളോ ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്. അവർക്ക് ഉത്തരാഖണ്ഡിൽ ഒരു പ്രശ്നവും ഇല്ലാണ്ടാണ് ഇരിക്കുന്നത്. ഈ ആപ്കി അദാലത്തിൽ ഞാൻ അതിനുവേണ്ടി വാക്ക് തന്നെ തരുന്നു നിങ്ങൾക്ക്.